വയനാട് DCC ട്രഷററുടെ ആത്മഹത്യയിൽ പോലീസ് പ്രാഥമിക മൊഴിയെടുക്കൽ ഇന്നും തുടരും. NM വിജയന്റെ ഫോൺ ഇന്ന് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. പണമിടപാട് രേഖകളും മറ്റും കഴിഞ്ഞ ദിവസം പോലീസ് ശേഖരിച്ചിരുന്നു. അന്വേഷണ ചുമതലയുള്ള ബത്തേരി DYSP അബ്ദുൾ ഷെരീഫ് മണച്ചിറയിലെ വീട്ടിലെത്തിയാണ് പരിശോധനകൾ നടത്തിയത്. അതേസമയം IC ബാലകൃഷ്ണൻ ഉൾപ്പെടുന്ന DCC നേതൃത്വത്തിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകളും പുറത്തുവരികയാണ്. അനൂപ് KR വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനൂപ്, പ്രധാനമായും ഈ വിജയന്റെ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധന അടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ന് വ്യക്തതയുണ്ടാവും. ഒപ്പം പ്രാഥമിക മൊഴിയെടുക്കലും ഇന്ന് നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രാഥമികമായ മൊഴിയെടുക്കലുകൾ കഴിഞ്ഞ ദിവസം പൂർത്തിയായി. അതിന് തുടർച്ച ഇന്നുണ്ടാകും. ബന്ധുക്കളുടെയും അടുത്ത പ്രദേശത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുടെയും ഉൾപ്പെടെയുള്ള മൊഴികളാണ് ഇന്ന് പോലീസ് രേഖപ്പെടുത്തുക. അതുമായി ബന്ധപ്പെട്ട് ചില സാങ്കേതിക പരിശോധനകളും ഇന്നുണ്ടാകും. അദ്ദേഹത്തിന്റെ ഫോൺ, വിജയന്റെ ഫോൺ പരിശോധനയ്ക്ക് വിധേയമാകും. ആവശ്യമെങ്കിൽ കൂടുതൽ സാങ്കേതിക വിദഗ്ധരെ എത്തിച്ചുകൊണ്ട് കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ അല്ലെങ്കിൽ ഡിജിറ്റൽ ഡിവൈസുകൾ പരിശോധിക്കാനുള്ള ഒരു തീരുമാനമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം അത് അല്പം പ്രാഥമികമായി അതിന്റെ പരിശോധനകൾ പൂർത്തിയാക്കിയിരുന്നു. കൂടുതൽ പരിശോധനകൾക്ക് വേണ്ടിയാണ് വിദഗ്ധ സംഘത്തെ ഏൽപ്പിക്കുക. അതുമായി ബന്ധപ്പെട്ട തീരുമാനം ഇന്നുണ്ടായേക്കും. ഏതായാലും ഈ ഫോണാണ് ഇത് സംബന്ധിച്ച്, ഫോണിലെ വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് പോലീസ് പ്രാഥമികമായി ചെയ്യുന്നത്. ആത്മഹത്യാ കുറിപ്പ് ഇല്ല എന്നുള്ളൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിക്കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷമാണ് ആ വിധത്തിലൊരു നിഗമനം എത്തിയത്. എന്നാൽ അതിന്റെ മറ്റ് സാധ്യതകൾ സംബന്ധിച്ചുള്ള അന്വേഷണം തുടരുകയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഉയരുന്ന ആരോപണമാണ്. കഴിഞ്ഞ ദിവസവും അത്തരത്തിൽ വെളിപ്പെടുത്തലുണ്ടായി. അങ്ങനെയെങ്കിൽ ആ വിധത്തിലുള്ള തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി അത്തരം ആളുകളുടെ മൊഴികൾ കൂടി ശേഖരിക്കാനുള്ള ഒരു തീരുമാനം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. ഇതിനായി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെയാണ് ഉത്തരമേഖല DIG നിയോഗിച്ചിരിക്കുന്നത്. അബ്ദുൾ ഷെരീഫാണ്, ബത്തേരി DYSPക്കാണ് അന്വേഷണ ചുമതല. ശരി, അനൂപ് KR ആണ് വിവരങ്ങൾ നൽകിയത്.